മുട്ടുകാട് 60 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർഷം മുമ്പ് ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗമാണിത്. ഇത് രാജകുമാരി വില്ലേജും രാജകുമാരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഈ സൈഡിൽ നിന്നും രാജകുമാരിക്കൊരു കൂപ്പ് റോഡാണ് ഇതുള്ളത്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇടിഞ്ഞു താഴ്ന്ന പ്രദേശത്ത് തന്നെയാണ്. ആ റൂട്ടിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 20 അടി മേളിൽ നിന്നിരുന്ന റോഡ് ഇപ്പോൾ താഴ്ന്ന് ഈ അവസ്ഥയിലായി. ഈ പ്രദേശം മുഴുവനും ഗ്യാപ്പ് റോഡിലെ പണിക്ക് ശേഷമാണ് ഇവിടെ ഇതുപോലെ ഇടിഞ്ഞ് താഴ്ന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ഇത്ര ഇടിഞ്ഞിട്ടില്ലായിരുന്നു ഒരു വർഷം മുമ്പ്. ഇപ്പോൾ ഓരോ മഴ കഴിയുമ്പോഴും ഈ ഇടിച്ചിലിനിടയിൽ കൂടെ വെള്ളം ഇറങ്ങി ഇത് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പറയുന്നത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം എന്നാണ്. അതായത് ഖനനം, അതുപോലെ പാറ പൊട്ടിക്കൽ, വലിയ നിർമ്മിതികളൊക്കെ വരുമ്പോൾ മണ്ണിന് ദുർബലമായ മണ്ണിന് വിള്ളൽ സംഭവിക്കുകയും വെള്ളം ധാരാളം കിനിഞ്ഞിറങ്ങുമ്പോൾ ആ ഭാഗത്ത് മഴ ധാരാളം പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം ഇപ്പോൾ വയനാട് കഴിഞ്ഞാൽ ഇനി അടുത്തത് വലിയ പ്രതിഭാസം ഇതുപോലുള്ള പ്രദേശങ്ങളെല്ലാം ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യത ഈ ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗത്ത് മുട്ടുകാട് കൊങ്ങിണി സിറ്റിയാണ് താഴെ ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാമം തന്നെ താഴ്വാരത്തിൽ ഇല്ലാണ്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശത്തെല്ലാം നടക്കുന്നത്. അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പെടുത്തിയിരിക്കുന്ന രാജകുമാരി, രാജക്കാട്, അതുപോലെ കുഞ്ചിത്തണ്ണി, വൈസമ്മാലി എല്ലാം പഞ്ചായത്തുകൾ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഇതിന് മേളിൽ ഗ്യാപ്പ് റോഡിന് താഴെ അനേകം വലിയ ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള റിസോർട്ടുകൾ പണിത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉത്തരാഖണ്ഡിൽ സംഭവിച്ച പോലെയും കവളപ്പാറ, പെട്ടുമടി അതുപോലെയുള്ള ഇടിച്ചിലുകൾക്ക് കാരണം ഇതിൻ്റെ ഭാരം താങ്ങാനാവാതെ ഇത് പ്ലേറ്റുകൾ നിരങ്ങി മാറുമ്പോഴാണ് ഒരു പ്രദേശം തന്നെ സോയിൽ പൈപ്പിക്കും കൂടെ ഈ പ്രതിഭാസം ഉണ്ടായി അനേകം മനുഷ്യ ജീവനുകൾ മണ്ണിനടിയിൽ പോകുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രദേശവാസികൾക്ക് ഒരു ആംബുലൻസോ നടന്നു പോകാൻ പോലും പേടിക്കണം. ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ആളുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ റോഡ് പണിത് കൊടുക്കുകയും ഗതാഗത യോഗ്യമാക്കി കൊടുക്കണമെന്നും, അതുപോലെ ഇവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ കുത്തനെ ചരിഞ്ഞ മലകളിലെല്ലാം ഈ പെരിച്ചാഴി മാന്തുന്ന പോലെ മാന്തി റിസോർട്ട് വെപ്പിക്കലും ഈ ഗ്യാപ്പ് റോഡിലെ അമിത സ്ഫോടനങ്ങൾ എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ താഴെയുള്ള കൊങ്ങിണി സിറ്റി, മുട്ടുകാട് മുഴുവൻ മൂടപ്പെട്ടു പോകുന്നതാണ്. ഞങ്ങൾ പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അപകടം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.